ഇതൊരു ഓപ്പൺ കിച്ചൺ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. അതെ, ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇത്. 6 വീടാവും. ഇപ്പം 3 എണ്ണം ഉണ്ട് ഓൾറെഡി. 3 എണ്ണം കൂടെ ഉണ്ട്. അതല്ല, അവരൊക്കെ വസ്തു മേടിച്ചിട്ടിരിക്കുക പാർട്ടികൾ. അപ്പോൾ ആര് വരുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നത് ബഡ്ജറ്റ് വീടുകളാണ്. സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇത് 25 വർഷമായി കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്ന രാജീവ്. ഇപ്പോൾ ഇദ്ദേഹം സാധാരണപ്പെട്ടവർക്കും അല്ലാത്തവർക്കും അവരുടെ ബഡ്ജറ്റിലിണങ്ങിയ ഒരു വീട് എന്ന ആശയവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ കാലയളവിൽ 300 മേലെ കെട്ടിടങ്ങൾ ഇദ്ദേഹം നിർമ്മിച്ചു കൊടുത്തു. ആ ആശയത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ചോദിച്ചറിയാം. സാറേ, കെട്ടിട നിർമ്മാണ മേഖലയിൽ 25 വർഷം പൂർത്തീകരിക്കുന്ന അങ്ങേക്ക് ഇപ്പോൾ അങ്ങയുടെ ഈ പുതിയ ആശയത്തെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ബഡ്ജറ്റ് വീടുകളാണ്. സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഈ ബഡ്ജറ്റ് വീടുകളെന്ന് ഉദ്ദേശിക്കുമ്പം ഈ ചിലവ് ചുരുക്കി ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. നല്ല ഏരിയയിൽ വസ്തു ഇപ്പം ആൾക്കാർ ചോദിക്കുന്ന 10 സെൻറ്റ് 8 സെൻറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു നിലവാരത്തിലാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 3 സെൻറ്റിനകത്തൊക്കെ പണിഞ്ഞ് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുക. അതേപോലെ തന്നെ ഒരാളുടെ മിനിമം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കെട്ടിടം ചെയ്യുക. ഈ 2 കാര്യങ്ങൾ, വസ്തുവിൻ്റെ ഏരിയ കുറയ്ക്കുമ്പോൾ പിന്നെ ഏറെക്കുറെ പൈസയുടെ ഒരു തോത് കുറയും. രണ്ടാമതെന്ന് പറയുന്നത് ഈ ആവശ്യത്തിൽ കൂടുതൽ കൺസ്ട്രക്ഷൻ ചെയ്യാതിരിക്കുക. സാധാരണഗതിയിൽ ആവശ്യത്തിൽ കൂടുതൽ കൺസ്ട്രക്ഷനാണ് ആൾക്കാർ ചെയ്യുന്നത്. അപ്പം ഒരു മിനിമം ബഡ്ജറ്റിലെന്ന് പറഞ്ഞാൽ 2 ബെഡ്റൂം, ഹാൾ, കിച്ചൺ, ടോയ്ലറ്റ്, ഒരു സിറ്റ് ഔട്ട്, ഇത്രയും മതി ഒരു ചെറിയ ഫാമിലിക്ക് ജീവിക്കാനുള്ളത്. അപ്പോൾ അത് പരമാവധി സ്ക്വയർ ഫീറ്റ് ഏരിയ കുറച്ച് അവരുടെ ബഡ്ജറ്റിൽ ഒതുക്കി, അല്ലെങ്കിൽ ലോൺ എടുക്കുന്നത് മിനിമം ആക്കി അങ്ങനെ ചെയ്യുകയാണ്. അങ്ങനെയുള്ളതാണ് ഈ ബഡ്ജറ്റ് വീടുകളെന്ന് ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ അത് ഈ നല്ല സ്ഥലങ്ങളിലായാലും ശരി, കുറഞ്ഞ ഏരിയ വാങ്ങിക്കാമെങ്കിൽ അവർക്ക് നല്ല സ്ഥലങ്ങളിലും താമസിക്കാം. വില കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങൾ തപ്പിപ്പോയാലേ പക്ഷേ മറ്റ് സൗകര്യങ്ങൾ കുറവായിരിക്കും അവിടെ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ബഡ്ജറ്റ് വീടുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 നിലയ്ക്ക് ബേസ്മെൻറ്റ് ഉണ്ടാക്കി പിന്നീട് അവർക്ക് പൈസ ഉണ്ടാകുന്ന സമയത്ത് 2ാമത്തെ നില ഒരു ഗ്രോയിങ് ഹൗസ് എന്നൊക്കെയുള്ള രീതിയിൽ വീട് വളർന്നുകൊണ്ടിരിക്കും. അത് മേളിലോട്ട് വളരണമെന്നേ ഉള്ളൂ, ചുറ്റുവട്ടത്തോട്ട് ഇറക്കാതിരുന്നാൽ മതി. അപ്പോൾ മേളിലോട്ട് അവർക്ക് പൈസ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വസ്തു മേടിച്ചൊരു വീട് വെപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വസ്തുവിൻ്റെ വില ഫെയർ വാല്യൂ മാത്രം വെച്ച് പ്രമാണം ചെയ്യാൻ പറ്റും, സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വില. പക്ഷേ അതിനകത്തൊരു പഴയ വീടുകളുണ്ടെങ്കിൽ വീടിൻ്റെ വാല്യുവേഷനും കൂടെ ഇതിനകത്ത് വരും, പ്രമാണത്തിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വരുന്ന അഡീഷണൽ കോസ്റ്റ് ഈ കേസിൽ ഒഴിവാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഞങ്ങൾ ഈ ബഡ്ജറ്റ് വീടുകൾ ചെയ്യുമ്പം പല ഘട്ടമായിട്ടാണ് പേയ്മെൻറ്റ്. അത് ആദ്യം വസ്തു അവരുടെ പേരിൽ, പാർട്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് ബാക്കി കൺസ്ട്രക്ഷൻ്റെ സ്റ്റേജ് അനുസരിച്ചാണ് പൈസ മേടിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു പൈസ റേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. പെട്ടെന്ന് പൈസ അവർക്ക് ഒന്നിച്ച് കൊടുത്ത് മേടിക്കേണ്ടതായിട്ട് വരത്തില്ല. ഘട്ടം ഘട്ടമായിട്ട് 3 മാസം 4 മാസം കൊണ്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ആ കയ്യിലുള്ള പൈസ ഉപയോഗിച്ച് വസ്തു മേടിച്ച് പണി തുടങ്ങിയാൽ ആവശ്യത്തിനനുസരിച്ച് ലോൺ എടുത്താൽ മതിയാവും. അപ്പോൾ അതിലും ഒരു സബ്സ്റ്റാൻഷ്യലായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് കുറവ് വരുത്താൻ പറ്റും. സാധാരണപ്പെട്ടവർക്ക് ഇത് എങ്ങനെയാണ് ഇത് പ്രയോജനം ചെയ്യുന്നത് ഈ ഒരു ആശയം? സാധാരണപ്പെട്ടവർക്ക് 18 ലക്ഷം രൂപ മുതലാണ് ഇപ്പം ഈ ഭാഗങ്ങളിൽ നമ്മൾ വീട് ചെയ്യുന്നത്. അപ്പോൾ 18 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു 3 സെൻറ്റ് സ്ഥലം, അത് 8 ലക്ഷം രൂപയ്ക്കകത്ത് സ്ഥലം നിൽക്കണം. 10 ലക്ഷം രൂപയ്ക്ക് ഒരു 600 സ്ക്വയർ ഫീറ്റ് വീട്. ഇത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പം അതൊരു അതെ അത് ഫിനിഷ് ചെയ്ത് പെയിൻറ്റും അടിച്ച് ഫ്ലോറും ചെയ്ത് പ്ലംബിങ്ങും ഇലക്ട്രിക്കലും എല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കെന്താ ഇപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നുന്നു 10 ലക്ഷം രൂപയ്ക്ക് വീട് പണിയാൻ പറ്റുമോ? പക്ഷേ അതൊരു വില്ല പ്രോജക്റ്റ് ആകുമ്പോൾ 4 5 വീട് ഒന്നിച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് മേടിക്കുന്നവർക്കും ഉണ്ടാവും, ചെയ്യുന്നവർക്കും ഉണ്ടാവും. പിന്നെ സ്ഥലത്ത് പേയ്മെന്റ് മെത്തേഡ് നമുക്ക് എന്തായാലും പുറത്തോട്ടിറങ്ങി ആശയങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ അതെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇത് ബഡ്ജറ്റ് വീടല്ല, ഇത് കുറച്ചുകൂടെ കൂടിയ വീടാണ്. അതെ, തീർച്ചയായിട്ടും പറയാം. ഒരു വില്ല, കസ്റ്റമൈസ്ഡ് വില്ല എന്ന് പറയും.
കസ്റ്റമൈസ്ഡ് വില്ല. അതെ, ഓക്കേ. കസ്റ്റമർ എങ്ങനെയാണോ ഇതിനെ ആവശ്യപ്പെടുന്നത് ആ രീതിയിലാണ് വില്ല പണിയുന്നത്. ഇപ്പം നമ്മൾ ഇപ്പം ലാൻഡ് എടുത്തു കഴിയുമ്പം ചെറിയ വില്ലയ്ക്ക് വേണ്ടിയിട്ട് തുടങ്ങുന്നു, അവർക്ക് അഡീഷണലായിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ അത് ചെയ്ത് അതിന് പ്ലാനും വരച്ച് അത് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ സാറേ, നമുക്കിപ്പോൾ ഇത് ഇപ്പം ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കോ സാറേ. ഇതിപ്പോൾ ഒരു 5 സെന്റിനകത്ത് നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുള്ള വീടാണ്. ഇതൊരു 5 മാസമായി. 5 മാസം അതിന്റെ കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞ ഒരു താമസമുണ്ട്, ആൾക്കാർ താമസമുണ്ട്. അപ്പൊ ഇത്രയും ലാൻഡ് സാർ എടുത്തിട്ട് അതെ വീടെടുത്ത് ചെയ്യുവാണ്. അതെ. ഇവിടെ തന്നെ ഇപ്പോൾ ഒരു എത്ര വീടായി? 6 വീടാവും. 6 വീടാവും. ഇപ്പം 3 ഉണ്ട് ഓൾറെഡി. 3 ഉണ്ട്. ഇനിയിപ്പോ എത്രത്തിനുള്ള? 3 കൂടെ ഉണ്ട്. 3 കൂടെ ഉണ്ടല്ലേ? അത് ആയതാണോ കേസുകളെല്ലാം? അതല്ല, അവരൊക്കെ വസ്തു മേടിച്ചിട്ടിരിക്കുക പാർട്ടികൾ. അപ്പോൾ ആര് വരുന്നതിനനുസരിച്ച് വീട് ചെയ്തു കൊടുക്കും. അപ്പോൾ ഒരൊറ്റ ഏരിയയിലാകുമ്പോൾ അതിന് ചില വേറെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് സ്ഥലവും വീടുമായിട്ട് മേടിക്കുന്നതിൽ നിന്ന് ഇതെങ്ങനെ വ്യത്യാസം? വീടായിട്ട് മേടിക്കാൻ പോകുന്നവരുണ്ട്. വീട് റെഡി ടു ഓക്യുപ്പൈ വീട് വേണം. അപ്പോൾ ആ റെഡി ടു ഓക്യുപ്പൈ വീടിന് ഉള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാമത്തായിട്ട് കുറച്ചുകൂടെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. കാര്യം ആ വീടിരിക്കുന്ന അത്രയും സ്ഥലം അവർ മേടിക്കേണ്ടി വരും. ഈ ചെറുതാക്കാനോ വലുതാക്കാനോ ഒന്നും പറ്റത്തില്ല. അതേപോലെ തന്നെ ബിൽഡിംഗ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ കണ്ടീഷനിൽ മേടിക്കേണ്ടി വരും. മനസ്സിലായി? അതിനകത്ത് മെയിൻ്റനൻസ് ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുതിയൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ഒരു 8-10 വർഷത്തേക്ക് വലിയ മെയിൻ്റനൻസ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതും ഒരു കോസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. പിന്നീട് വരുന്ന ചിലവാണല്ലോ. അപ്പം ഈ വസ്തു ആയിട്ട് മേടിച്ച് കഴിഞ്ഞാൽ വസ്തുവിൻ്റെ ഫെയർ വാല്യൂ കൊടുത്താൽ മതി. സർക്കാരിൻ്റെ പൈസ അടച്ചിട്ട് ആ പ്രമാണം ചെയ്യാൻ പറ്റും. അതിനുശേഷം വീട് ചെയ്യുന്നത് 3-4 ഘട്ടമായിട്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ ആ ഘട്ടമായിട്ട് അവരുടെ കയ്യിലുള്ള പൈസ ഉപയോഗിക്കുക. അതിന് ശേഷം ആവശ്യം വന്നാൽ ലോൺ എടുക്കുക, ആ മിനിമം ലോൺ എടുക്കുക. അപ്പോൾ പലിശയുടെ ഭാരവും കുറഞ്ഞിരിക്കും. അതാണ് ഇതിൻ്റെ അകത്തുള്ള അഡ്വാൻറ്റേജ്. ഇപ്പം റെഡി ടു ഓക്യുപ്പൈ മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പം വീടിൻ്റെ വാല്യുവേഷനും പ്രമാണത്തിൽ കാണിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരന് പറ്റുന്ന ഒരു രീതി ഇതാണ്. ഇത് നമ്മൾ ചെറിയ വീടാണെങ്കിൽ, ഒറ്റ നില വീടാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3 മാസം കൊണ്ട് ചെയ്ത് തീർത്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ മേലിൽ 2 നിലയാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ബഡ്ജറ്റിൽ തന്നെ കുറച്ചുകൂടെ കൂട്ടി 30-35 ലക്ഷം രൂപയ്ക്കാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് ഒരു 6 മാസത്തെ സമയത്തിനകം ചെയ്തു കൊടുക്കാൻ പറ്റും. തന്നെയല്ല, ഇത് വളരെ ട്രാൻസ്പാരൻ്റാണ്, ആൾക്കാർക്ക് വന്ന് കാണാമല്ലോ. ഇവിടെ തന്നെ ഒരു 3.5 സെന്റിനകത്ത് അദ്ദേഹം ഇനിയിപ്പോൾ ഒരാഴ്ചക്കകത്ത് പണി പൂർത്തീകരിക്കാനിരിക്കുന്ന ഒരു വീട്. ആ വീടിനകത്ത് കൂടി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിൻ്റെ ഇന്നർ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. നോക്കാം, അത് അതിനകമൊക്കെ കാണിക്കാം നമുക്ക്. ഇത് ഈ ബിൽഡിംഗ് ചെയ്ത 1200 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ 1200 സ്ക്വയർ ഫീറ്റ് കസ്റ്റമർ ആവശ്യപ്പെട്ട പോലെ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ബഡ്ജറ്റ് വീട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരോട് പറഞ്ഞതും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ പൈസ റേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അവർ ഒരു ചെറിയ ലോൺ എടുത്തിട്ട് ഇതിനെ ഒരു ഒറ്റത്തവണയായിട്ട് അത് പണി തീർത്തിരിക്കുക. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇത് 3.5 സെൻറ്റ് സ്ഥലമാണ്. 3.5 സെൻറ്റ് സ്ഥലമാണിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഫ്രണ്ടിൽ വണ്ടി ഇടാനുള്ള സൗകര്യമുണ്ട്. ഇപ്പം അതെ, പൂർത്തീകരിക്കുക. ഇത് സ്ഥലം ഒഴിവാക്കിയാൽ ഇതിൻ്റെ വില വരുന്നത് 26 ലക്ഷം രൂപയാണ്. അതെ, സ്ഥലം ഒഴിവാക്കി. വന്നാട്ടെ. ഇതൊരു ഓപ്പൺ കിച്ചൺ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. അതെ, ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇത്. അതേപോലെ തന്നെ വന്നാട്ടെ. ഈ കിച്ചണും വർക്ക് ഏരിയയും കൂടെ ഒന്നിച്ചായിട്ടിരിക്കുന്നു. ഇത് കിച്ചണും വർക്ക് ഏരിയയും ഒന്നിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ വന്നാട്ടെ. എൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കേ, ഇത്രയും സ്ഥലം ഈ 3.5 സെൻറ്റിനകത്ത് ഈ കെട്ടിടം വെച്ചതിന് ശേഷം ഇത്രയും സ്ഥലമുണ്ട്. ഫ്രണ്ടിൽ അത്രയും സ്ഥലമുണ്ട്. അപ്പം സ്ഥലക്കുറവ് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പരിമിതിയൊന്നും ഇതിനകത്ത് ബാധിച്ചിട്ടില്ല. അത് ചുരുക്കി ചെയ്യുമ്പോഴേ ചില സംഗതികൾ ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കുക. ഇതൊരു ബെഡ്റൂമും അതിൻ്റെ ബാത്റൂമുമാണ്. അത്യാവശ്യം നല്ലൊരു ബാത്റൂം അല്ലേ? അതെ. ഇതിന് മേളിലത്തെ നില നോക്കാം. സ്റ്റെപ്പ് കേട്ടിട്ട് അല്ല, ഇത് സാധാരണക്കാർ ഇപ്പം ഇതിനകത്ത് വേണേലും 20 ലക്ഷം രൂപയ്ക്ക് പണി സ്ഥലം എടുത്തു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപയ്ക്കോ 18 ലക്ഷം രൂപയ്ക്കോ ചെയ്തു കൊടുക്കാം. പക്ഷേ ഒരു ക്ലയൻറ്റ് ആവശ്യപ്പെടുന്ന അവർക്ക് ഇനിയും പണിയാൻ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ പണിയുന്നില്ല, അപ്പോൾ ഒരു തവണ ഞങ്ങൾ ശകലം ലോൺ എടുത്താലും ശരി അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. ഇതിനകത്ത് 3 ബെഡ്റൂം. ഇതും ടോയ്ലറ്റാണ്, രണ്ടാമത്തെ ടോയ്ലറ്റ്. ഇതൊരു ബെഡ്റൂമാണ്. അതെ.
ഇതൊക്കെ സ്ക്വയർ ഫീറ്റ് അല്ലേ ബെഡ്റൂമിന്റെ? ഇത് 120 സ്ക്വയർ ഫീറ്റോളം വരും. ഇത് സാധാരണ കറക്റ്റ് 12, 10 അല്ലെങ്കിൽ 11 അങ്ങനെയുള്ള ഒരു റേഞ്ചിലാണ് വരുന്നത്. നമുക്ക് ഈ 3.5 സെൻറ്റിനകത്ത് എല്ലാം നിലനിർത്തിക്കൊണ്ട് എല്ലാം ഉൾക്കൊള്ളിക്കണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഇതിനൊരു ബഡ്ജറ്റ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കൊരു ബാൽക്കണിയുണ്ട്, നല്ലൊരു ബാൽക്കണി. അതെ, അപ്പോൾ ഇതും ഒരു അഡ്വാൻറ്റേജാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ചെയ്ത ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ നമുക്ക് കാണാൻ കഴിയും. ആ പോയിന്റിൽ ഒരു വീട് അതുണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ സാർ ഇത് എത്ര സമയം കാലാവധിക്കകത്തില്ല ഒരു വീട്? ഇത് 2 നില കെട്ടിടമാണെന്നുണ്ടെങ്കിൽ 180 ദിവസം എടുക്കും. 180 ദിവസം. ബാക്കി ഒറ്റ നില വീടാണെങ്കിൽ 90 ദിവസം തീരും. അപ്പോൾ രാജീവ് സാറിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന കൺസെപ്റ്റിന് എല്ലാവിധത്തിലുള്ള ആശംസകളും. ഇനിയും പുതിയ അറിവുകളുമായി നമ്മൾക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ സഹോദരങ്ങളെ.